എൻ്റെ പേര് ഡമാസ്റ്റൻ. ഞാൻ ആക്റ്റീവ് അമേച്ചർ ഹാം റേഡിയോ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ആക്റ്റീവ് അമേച്ചർ ഹാം റേഡിയോ സൊസൈറ്റിക്ക് ഒരു ക്ലബ് ലൈസൻസ് ലഭിച്ചതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഹാം റേഡിയോയുടെ പ്രസക്തിയും ലോകത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ലോകം ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗം തന്നെ ആകെ താറുമാറാകുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ആ സമയത്ത് പോലും അടിയന്തര കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിൽ ഹാം റേഡിയോയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഞങ്ങൾ കുറച്ച് പേര് കൊല്ലത്ത് ഹാം റേഡിയോ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ സൊസൈറ്റിയുടെ കീഴിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഹാം റേഡിയോ അതിൻ്റെ പ്രസക്തി എല്ലാ കാലത്തേക്കാളും ഉപരി ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് യുദ്ധക്കെടുതികൾ, അതേപോലെ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ്, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിക്കുന്നതിൽ ഹാം റേഡിയോയുടെ പ്രസക്തി വളരെയധികമാണ്. സാധാരണ ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് സാധാരണ ജനങ്ങൾക്ക് ഇതിലേക്ക് ഹാം റേഡിയോയിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇതിന് യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുമില്ല. 12 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ഒരു ചെറിയ ഇലക്ട്രോണിക്സിലുള്ള ഒരു ലഘു പരീക്ഷ എഴുതി ഹാം റേഡിയോയിലേക്ക് വരാൻ കഴിയും. ഏതൊരാൾക്കും ഞങ്ങൾ അത്തരം പരീക്ഷകൾ ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഏതൊരാൾ ഹാം റേഡിയോയിലേക്ക് വരാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും ഈ സംഘടന ചെയ്തു കൊടുക്കുന്നതാണ്. നമുക്ക് ഈ പരീക്ഷ എഴുതി പാസ്സായ ലൈസൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ലൈസൻസ് നൽകുന്നത് ഇതൊരു വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസാണ്. അത് നമുക്ക് ഡൽഹിയിൽ നിന്നാണ് ലഭിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ നമുക്ക് പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ലഭിക്കും. അതൊരു ചെറിയ ഒരു പ്രോസസ്സാണ്. ഇതിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും ഒരു ഹാമായി ഒരു പൊതു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള ഒരു വേദിയാണിത്. ശരിക്കും പ്രൊഫഷണൽ പാഷനായിട്ട് കാണുന്ന ആളാണ് കൂടുതൽ ആളുകൾ. തീർച്ചയായും ഹാം റേഡിയോ അതൊരു ഹോബിയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു പാഷനാണ്. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ റേഡിയോയിൽ കൂടെ ദിവസം കുറഞ്ഞത് ഒരു 10 പേരുമെങ്കിലോട്ടും സംസാരിക്കാതെ ഒരു ദിവസം ഇരിക്കില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പാഷനാണ്, ഒരു ക്രൈസാണ്. എൻ്റെ പേര് ഹഫീസ്. എൻ്റെ കോൾ സൈൻ VU3 യൂണിഫോം ബ്രാവോ ക്യൂബക് UBQ എന്നാണ്. ഞാൻ ഈ ആക്റ്റീവ് അമച്വർ ഹാം റേഡിയോ സൊസൈറ്റിയുടെ ട്രഷററാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലബിന് ഒരു കോൾ സൈൻ, അതായത് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലബിനായിട്ട് ഇന്നൊരു കോൾ സൈൻ ലഭിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്കിന്ന് ഒരു കോൾ സൈൻ ലഭിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ആ കോൾ സൈൻ ഇപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ റിവീൽ ചെയ്യും. അപ്പോൾ അതിനുള്ള ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള ലൈസൻസുള്ള മറ്റ് സ്ഥാപനങ്ങൾ കൊല്ലം ജില്ലയിലുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഏകദേശം 10-23 ക്ലബ്ബുകളുണ്ട്. ഒരു ഏകദേശ കണക്കാണ്. അതിലുള്ള മിക്കവാറും ഉള്ള ക്ലബ്ബുകൾക്കെല്ലാം തന്നെയും ഈ കോൾ സൈൻ ഉണ്ട്. ആ കോൾ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലബിന്റെ പേരിൽ നമുക്ക് ഒന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വയർലെസ് എക്യുപ്മെന്റ്സ് വെക്കാനോ അത് ഉപയോഗിക്കാനും നമുക്ക് കഴിയത്തുള്ളൂ. ഇല്ല, നമുക്ക് എൻ്റെ പേഴ്സണലി ഉള്ള ഇത് വെച്ചിട്ട് നമുക്ക് ക്ലബിന്റെ ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് വെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അവിടെ ഉണ്ടാകണം, ഞാൻ കൊണ്ടുവയ്ക്കണം. അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾ അവിടെ കസ്റ്റോഡിയനായി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതെന്ന് പറയുന്ന ക്ലബിന് തന്നേക്കുന്ന ഒരു അഡ്രസ്സിൽ, ക്ലബിനുള്ള അഡ്രസ്സിൽ നമുക്ക് എപ്പോഴും എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം, ഏത് അടിയന്തര ഘട്ടത്തിലും. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മുടെ സഹായം തേടാറുണ്ടോ സർക്കാർ? പല കാര്യങ്ങളിലും അടിയന്തര സാഹചര്യങ്ങൾ നമ്മൾ സഹായം തേടാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സന്നദ്ധ സേവകരായി നമ്മൾ അവർക്ക് സപ്പോർട്ടിന് നമ്മളായിട്ട് തന്നെ ചെല്ലാറുണ്ട്. പല ഘട്ടങ്ങളിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട് അവർക്ക്. അപ്പോൾ ഏത് നിർണായക സാഹചര്യത്തിലും നമ്മൾ അവർക്ക് പൊതുജനങ്ങൾക്ക് സഹായം കൊണ്ട് എത്താറുണ്ടല്ലോ. ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ കയ്യിൽ ഇവിടെ മിക്കവാറുള്ള ഹാമുകളുടെ അവരുടെ ക്ലബ്ബാണെങ്കിലും അല്ലെങ്കിൽ ഹാമുകളുടെ ആയാലും ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിലും അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലും ഒക്കെ ആയിട്ടുണ്ട്. അവരെന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആരെങ്കിലും അറിയിക്കുക. നമ്മുടെ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാറ്.